ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചുള്ളിമാനൂർ നജീബ് എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. നജീബ് ഹോട്ടൽ ചുള്ളിമാനൂർ വളരെ വർഷത്തെ പാരമ്പര്യമുള്ളൊരു ഹോട്ടലാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ളൊരു ഹോട്ടലാണ്. ചുള്ളിമാനൂരുള്ള തന്നെ ഏകദേശത്തിൽ പേര് കേട്ടൊരു ഹോട്ടൽ കൂടിയാണ്. ഇവിടെ നമ്മൾ ഊണില്ലാത്തൊരു ഹോട്ടലാണ്. ഊണിന് പകരം ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ബിരിയാണി ഐറ്റംസ്, പിന്നെ പെറോട്ട അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് കേട്ടോ, കിട്ടുന്നത്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. വളരെ ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ നല്ല ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, ചിക്കൻ ചില്ലി, പിന്നെ ബീഫ് നമ്മുടെ ബീഫ് റോസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പക്ഷേ ഊണ് ഇവിടെ ഇല്ല. അത് ഉച്ചയ്ക്ക് ഊണില്ലാത്ത നമ്മുടെ ചുള്ളിമാനൂരുള്ളതിൽ ഇത് മാത്രം ബിരിയാണി ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രം കിട്ടുന്ന ഏക കട, ഒരേ ഒരു കട ഏതെന്ന് വെച്ചാൽ നജീബ് ഹോട്ടലാണ്. അത് നമുക്ക് എപ്പോഴും വേണമെങ്കിലും വന്നാലും കിട്ടുന്ന ഒരു കട കൂടിയാണ് എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ വന്നിട്ട് നമുക്കിവിടെ കിട്ടാതിരുന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് 2:30 മണിയോളമായി ഈ ടൈമിൽ ഞാനിപ്പോൾ വന്നപ്പോഴത്തേക്ക് എനിക്ക് ചിക്കൻ ഫ്രൈ വേണമായിരുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈ ഇവിടെ വാങ്ങാൻ കയറിയപ്പോൾ തന്നെ ഞാൻ വരുന്ന വഴിക്ക് എങ്ങും ചിക്കൻ ഫ്രൈ കിട്ടിയില്ല, തീർന്നു പോയെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ചിക്കൻ ഫ്രൈ ഇവിടെ നമുക്ക് കിട്ടി കേട്ടോ. അതും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട രുചിയിലാണ് ചിക്കൻ ഫ്രൈ റെഡിയാക്കിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ച സമയത്ത് ചിക്കൻ ഫ്രൈ അവർക്ക് എല്ലാ കുട്ടികൾക്കും നല്ല, നമ്മൾ 3 പേർ, ചേട്ടൻ്റെ 2 മക്കളും എൻ്റെ മോളും ഉണ്ടായിരുന്നു. 3 പേർക്കും കൂടെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ വാങ്ങിച്ചത്. അപ്പോൾ അവർക്ക് കഴിച്ചപ്പോഴത്തേക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു അവർക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കണമെന്നൊക്കെ അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് അത്രയും വളരെ രുചിയുടെ അത്രയും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഹോട്ടൽ കൂടെയാണ് നമ്മുടെ നജീബ് ഹോട്ടൽ ചുള്ളിമാനൂരുള്ള. ഇപ്പോൾ നമ്മൾ ഇവിടെ ചിക്കൻ ഫ്രൈ നമ്മളിവിടെ നിന്ന് വാങ്ങി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നിന്നപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് പേര് കഴിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു ബിരിയാണിയെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പിന്നെ പാഴ്സൽ വാങ്ങാൻ വന്ന ആൾക്കാരുണ്ടായിരുന്നു. അല്ലാതെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വളരെ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ തിരക്ക് ഇതൊന്നുമല്ല, ഇതിപ്പോൾ 2:30 ഈ ടൈമിലാണ്. ഇവിടെ നമ്മുടെ ഒരു 1 മണി 12 മണി 1 മണി ആ സമയത്തൊക്കെയാണെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ ആഹാരം ഫുഡിനെല്ലാം നല്ല ടേസ്റ്റൊക്കെ ആയതുകൊണ്ട് ഇവിടെ മാക്സിമം തിരക്കുള്ള ടൈം ഉച്ച സമയത്ത് നല്ല തിരക്കാണ്. പിന്നെ പൊറോട്ട ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടെ തുടങ്ങുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ 3 മണി കഴിയുമ്പോഴത്തേക്ക് അതും തുടങ്ങും. അപ്പോഴതിൻ്റേതായ തിരക്ക് വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോഴെല്ലാവരും ഇതിലെ വരുമ്പോഴത്തേക്കൊന്ന് കയറി നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസ് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി.